അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ലീഡർഷിപ്പ് എന്ന 11ാമത്തെ ക്ലാസ് പാഠമാണ് അധ്യായം എടുക്കാനുള്ളത്. അപ്പോൾ അതിനായിട്ട് എന്താണ് ലീഡർഷിപ്പ്? ഒരു വ്യക്തിയെ മറ്റുള്ളവരെ ഒരു ലക്ഷ്യം കൈവരിക്കാൻ വേണ്ടി സ്വാധീനിക്കുന്ന കഴിവാണ് ലീഡർഷിപ്പ് എന്ന് പറഞ്ഞത്. ഇപ്പോൾ 2 തരത്തിലുള്ള ലീഡർഷിപ്പ് ഉണ്ടാകും. ഒന്ന് ഫോർമൽ, രണ്ടാമത്തെ ഇൻഫോർമൽ. അപ്പം ഒരു പദവിയുടെ അടിസ്ഥാനത്തിൽ ലഭിക്കുന്ന നേതൃത്വം, ഉദാഹരണത്തിന് മാനേജർ, പ്രിൻസിപ്പൾ, CEO എന്നുള്ള രീതിയിൽ. ഇൻഫോർമൽ ആകുമ്പോൾ ഔദ്യോഗിക പദവി ഇല്ലെങ്കിലും ആളുകളെ സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ടീം അംഗങ്ങളിൽ നിന്ന് ഒരാളെ സെലക്ട് ചെയ്യുക, ഇതാണ് ഇൻഫോർമൽ. അപ്പം ലീഡറും മാനേജറും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ, ഒന്നാമത് ലീഡർ എന്നുള്ള ഒരു ദിശ കാണിക്കും, മാറ്റങ്ങൾ കൊണ്ടുവരും, ആളുകളെ സ്വാധീനിക്കാൻ പറ്റും. ഇനി മറ്റേതാകുമ്പോൾ മാനേജറാകുമ്പോൾ പദ്ധതികൾ തയ്യാറാക്കുക, നിലവിലുള്ള സംവിധാനത്തെ നിയന്ത്രിക്കുക, ജോലികൾ നിയന്ത്രിക്കുക എന്നുള്ള ഇതാണ് ഉണ്ടാവും. അപ്പോൾ ഒരു സ്ഥാനത്തിന് നല്ല ലീഡറും മാനേജറും രണ്ടും ആവശ്യമായിട്ട് വരും ഇങ്ങനെ ഈ ഒരു ഇതിൽ. രണ്ടാമതായിട്ടുള്ള ട്രൈറ്റ്സ് തിയറി ഓഫ് ലീഡർഷിപ്പ്. അപ്പം നല്ല നേതാക്കൾക്ക് ചില ഗുണങ്ങൾ വേറിട്ട് നിൽക്കുന്നുണ്ടാവും. അപ്പം ബിഗ് 5 പേഴ്സണാലിറ്റി ട്രൈറ്റ്സ്, ഒരു 5 പ്രധാനപ്പെട്ട വ്യക്തിത്വ ഗുണങ്ങളുണ്ട്. ഒന്നാമത് എക്സ്ട്രാവേർഷൻ, ആത്മവിശ്വാസം, സംസാരശേഷി, മറ്റുള്ളവരുമായി ഇടപെടാനുള്ള കഴിവ്, പ്രധാനമായിട്ട് ഇത് ഈ ടീമുണ്ടാവും. രണ്ടാമത്തേത് കൺസിസ്റ്റൻസി, ഉത്തരവാദിത്വം, കൃത്യത, അച്ചടക്കം, ഉത്തരവാദിത്വ ബോധം, ഇതൊക്കെയാണ് വിളിക്കുന്നുണ്ടാവും. പിന്നെ ഓപ്പൺനെസ് ടു എക്സ്പീരിയൻസ് പറഞ്ഞാൽ പുതിയ ആശയങ്ങൾ സ്വീകരിക്കും, സൃഷ്ടിപരമായിട്ടുള്ള ചിന്തകൾ ഉണ്ടാവും. നാലാമത്തേതായിട്ട് ഇമോഷണൽ ഇൻ്റലിജൻസ്, EI, മറ്റുള്ളവരുടെ വികാരങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവ്. അപ്പം ഒരാൾ വിഷമിച്ചിരിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ അതിനെ ഓവർകം ചെയ്യാൻ ശ്രമിക്കുന്ന മാനേജർ, ഉദാഹരണമായിട്ട് നമുക്ക് പറയാൻ പറ്റും. ഞാൻ അഗ്രീബിൾനെസ്, സഹകരണം, വിനയം, ഒക്കെ പ്രധാനമായിട്ട് ഒരു നേതൃത്വത്തെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകമാണ്. ഇനി ബിഹേവിയറൽ തിയറീസ് എന്ന് പറഞ്ഞാൽ നല്ല നേതാക്കൾ ജന്മന ഉണ്ടാകുന്നതാണ്, അല്ല അവരുടെ പെരുമാറ്റങ്ങൾ മുഖേന പഠിപ്പിക്കുന്നതാണ്. ആ ഒരു ഇതിനാണ് പ്രധാനമായിട്ട് ഇതിൽ ഈ ഒരു തിയറിയിൽ വരുന്നത്. ഇനി ഓഹിയോ സ്റ്റേറ്റ് സ്റ്റഡി എന്ന് പറഞ്ഞാൽ ഇനീഷ്യേറ്റീവ് സ്ട്രക്ചർ ഉണ്ടാവും, പിന്നെ കൺസിഡറേഷൻ ഉണ്ടാവും. പിന്നെ മിക്കിഗൻ സ്റ്റഡി എന്ന് പറഞ്ഞാൽ പ്രൊഡക്ഷൻ ഓറിയൻറ്റഡ്, ജോലി പൂർത്തീകമായിരിക്കും ആ ലീഡർഷിപ്പിന് മുൻഗണന ഉണ്ടാവുക. ഇനി എംപ്ലോയി ഓറിയൻറ്റഡ് പറഞ്ഞാൽ ജീവനക്കാരുടെ ക്ഷേമത്തിനായിരിക്കും മുൻഗണന ഉണ്ടാവുക. ഇനി ഫീഡ്ലർ കണ്ടിജൻസി തിയറി എന്ന് പറഞ്ഞാൽ എല്ലാ സാഹചര്യത്തിലും ഒരേ നേതൃശൈലി വിജയിക്കില്ല. അപ്പോൾ ലീഡർ സ്റ്റൈൽ പ്ലസ് സിറ്റുവേഷൻ, ആ ഒരു തിയറിയാണ് ഇതിൽ പ്രധാനമായിട്ടുണ്ടാവുക. പിന്നെ ലീസ്റ്റ് പ്രിഫർ കോവർക്കർ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഏറ്റവും ഇഷ്ടമില്ലാത്ത സഹപ്രവർത്തകനെ എങ്ങനെ വിലയിരുത്തുന്നു. ILPG, റിലേഷൻഷിപ്പ് ഓറിയൻറ്റഡ്, ബന്ധങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഒരു സാധനം. ഇനി ലോ LPC ആകുമ്പോൾ ടാസ്ക് ഓറിയൻറ്റഡ്, ജോലിക്ക് മുൻഗണന കൊടുക്കുക. ഇനി 3 സാഹചര്യങ്ങളുണ്ടാവും ഈ ഒരു ഇത്. ഒന്ന് ലീഡർ മെമ്പർ റിലേഷൻസ്, രണ്ടാമത് ടാസ്ക് സ്ട്രക്ചർ, ഒന്ന് നേതാവും ജീവനക്കാരും തമ്മിലുള്ള ബന്ധം, ഒന്ന് ജോലി വ്യക്തമായിട്ടുണ്ടോ അല്ലെങ്കിൽ നേതാവിന് അധികാരമുണ്ടോ എന്നുള്ള ഇതാണ് സഹായം. അപ്പോൾ ഇത് നമുക്ക് മനസ്സിലാക്കുന്നത് ലീഡറെ മാറ്റുന്നതിന് പകരം സാഹചര്യങ്ങൾ മാറ്റാൻ ശ്രമിക്കുമ്പോഴാണ് കൂടുതൽ പ്രൊഡക്ടിവിറ്റി ഉണ്ടാകുന്നതെന്നുള്ളത്. ഈ സിറ്റുവേഷണൽ ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ ഓരോ ജീവനക്കാരനും ഒരേ രീതിയിൽ നേതൃത്വം നൽകാൻ കഴിയില്ല. അപ്പോൾ അവരുടെ കഴിവിനും ആത്മവിശ്വാസത്തിനും അനുസരിച്ചിട്ട് സമീപനങ്ങൾ മാറ്റേണ്ടി വരും. ഒന്ന് ഡയറക്റ്റിംഗ്, പുതിയ ജീവനക്കാരാകുമ്പോൾ എന്ത് ചെയ്യണമെന്ന് വ്യക്തമായി പറഞ്ഞു കൊടുക്കേണ്ടി വരും. പിന്നെ കോച്ചിങ്, അല്പം പരിചയമുണ്ട് പക്ഷേ ഒന്ന് പ്രോത്സാഹിപ്പിക്കേണ്ടി വരും. പിന്നെ സപ്പോർട്ടിങ്, കഴിവുണ്ട് പിന്തുണ കൊടുക്കേണ്ടി വരും. പിന്നെ ഡെലഗേറ്റിംഗ്, പരിചയസമ്പന്നമാണ് അപ്പോൾ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കേണ്ടി വരും. ഒരു സാധനങ്ങൾ ചെയ്യാം. പിന്നെ പാത്കോൾ തിയറി എന്ന് പറഞ്ഞാൽ ലീഡറിൻ്റെ ജോലി ജീവനക്കാരൻ്റെ ലക്ഷ്യത്തിലേക്കുള്ള വഴി എളുപ്പമാക്കുക എന്നുള്ളതാണ്, തടസ്സങ്ങൾ മാറ്റി കൊടുക്കുക എന്നുള്ളതാണ്. ഇനിയിപ്പോൾ 4 നേതൃത്വ ശൈലികളുണ്ട്. ഒന്ന് സപ്പോർട്ടീവ്, പാർട്ടിസിപ്പേറ്റീവ്, അച്ചീവ്മെൻറ്റ്, ഡയറക്റ്റീവ്. അങ്ങനെ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു കൊടുക്കുക, പിന്നെ സപ്പോർട്ട് ചെയ്യുക, പിന്നെ തീരുമാനങ്ങൾ എടുക്കാൻ ഉൾപ്പെടുത്തുക, പിന്നെ വലിയ ലക്ഷ്യങ്ങൾ നിശ്ചയിച്ചു കൊടുക്കുക, അവസാനം. പിന്നെ LMX തിയറി എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരുപോലെ പെരുമാറാൻ പാടില്ല. അപ്പോൾ ഈ ഗ്രൂപ്പിലാകുമ്പോൾ കൂടുതൽ ആത്മവിശ്വാസം, കൂടുതൽ അവസരങ്ങൾ, കൂടുന്ന പ്രകടനം അയച്ചു. ഇനി ഔട്ട് ഗ്രൂപ്പ് ആകുമ്പോൾ ഔപചാരിക ബന്ധം, കുറച്ച് പിന്തുണ, കുറച്ച് പ്രചോദനം, 2 സാധനം. ഇനി കരിസ്മാറ്റിക് ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ സ്വന്തം വ്യക്തിത്വം കൊണ്ട് ആളുകളെ ആകർഷിക്കാൻ കഴിയുന്ന നേതാവ്. അപ്പോൾ അതിന് വ്യക്തമായൊരു വിഷയം ഉണ്ടാവും, റിസ്ക് എടുക്കാൻ താല്പര്യം, ജീവനക്കാരെ മനസ്സിലാക്കും, വ്യത്യസ്തമായ ചിന്തിക്കുന്ന ഒരു ലീഡറായിരിക്കും ആ ഒരാൾ എന്നല്ല. പിന്നെ ട്രാൻസാക്ഷണലും ട്രാൻസ്ഫോർമേഷൻ ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ ട്രാൻസാക്ഷണൽ പറഞ്ഞാൽ ജോലി ചെയ്ത പ്രതിഫലം, ഇപ്പോൾ റിവാർഡ് അടിസ്ഥാനമാക്കിയിട്ടുള്ള നേതൃത്വമായിരിക്കും ട്രാൻസാക്ഷണൽ.
പിന്നെ ട്രാൻസ്ഫോർമേഷനിൽ പറഞ്ഞാൽ ആളുകളുടെ ചിന്ത മാറ്റുക, പ്രചോദനം നൽകുക, പുതിയ ആശയങ്ങളെ പ്രോത്സാഹിപ്പിക്കുക. അപ്പം അതായിരിക്കും കൂടുതൽ ഒന്നുകൂടി റോൾ മോഡലായിട്ട് കാണാൻ പറ്റും. പിന്നെ ഇൻസ്പിറേഷൻ, മോട്ടിവേഷന്, ഇൻറ്റലക്സ് സ്റ്റിമുലേഷന് ഏറ്റവും മികച്ച നേതാവ് ആവാനുള്ളത് ട്രാൻസ്ഫോർമേഷനുമാണ് ട്രാൻസാക്ഷനും രണ്ടും കൂടി സംഭവിക്കുന്ന നേതാവായിരിക്കും യഥാർത്ഥത്തിൽ ഏറ്റവും മികച്ച നേതാവ്. പിന്നെ ഡാർക്ക് ട്രേഡ് ലീഡർഷിപ്പ് എന്ന് വെച്ചാൽ നേതാക്കൾ നല്ലവരായി തോന്നുമെങ്കിലും അപകടകര കാര്യങ്ങൾ, ഇപ്പം അഹങ്കാരം, നാർക്കിസിസ്റ്റ്, മെക്കാവലിയൻസ്, പിന്നെ സൈക്കോപാത്തിക്ക്, ആ ഒരു ഇതായിരിക്കും പ്രധാനമായിട്ട് അവരിൽ ഉണ്ടാകാൻ പറ്റും. പിന്നെ എത്തിക്കൽ ലീഡർഷിപ്പ് എന്ന ധാർമ്മിക മൂല്യങ്ങൾ പാലിക്കുന്ന നേതാക്കൾ. ഒരു ഓതൻറ്റിക് ലീഡർഷിപ്പ് ആയിരിക്കും സെർവൻറ്റ് ലീഡർഷിപ്പ്. ജീവനക്കാരുടെ വളർച്ച ഉണ്ടാവും, സത്യസന്ധത, വിശ്വാസം. പിന്നെ ചലഞ്ചിങ് ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ ആട്രിബ്യൂട്ട്സ് വിജയം കണ്ട ആളുകൾ അതിന് നേതാവിൻ്റെയാണ് കാരണം എന്ന് കരുതുക. അപ്പോൾ എന്ത് തെറ്റുണ്ടെങ്കിലും വിജയം ഉണ്ടെങ്കിലൊക്കെ നേതാവിനെ പയിക്കുന്നൊരു അവസ്ഥ. അപ്പോൾ ലീഡർഷിപ്പ് ചിലപ്പോൾ നേതാവിൻ്റെ ആവശ്യങ്ങൾ കുറയാം. പരിചയസമ്പന്നരായ ജീവനക്കാർ, വ്യക്തമായ ജോലി നിർദ്ദേശങ്ങൾ, സ്വയം പ്രവർത്തിക്കുന്ന ടീം, അങ്ങനെയൊക്കെ ആകുമ്പോൾ സ്വാഭാവികമായിട്ട് ലീഡർഷിപ്പിൻ്റെ ആവശ്യം ആണെന്നുണ്ടാവില്ല. ഇനി ഗ്ലോബൽ സ്റ്റഡി. പിന്നെ വിഷന്, ഇൻറ്റഗ്രിറ്റി, ട്രസ്റ്റ്, മോട്ടിവേഷനൊക്കെ ആകുമ്പോൾ ഒരു രാജ്യത്തിന് നേതൃത്വം പഠിക്കുന്ന രീതി വ്യത്യസ്തമായിരിക്കും എന്നുള്ളതാണ്. 23 രാജ്യത്തിന് നേതൃത്വ പഠനങ്ങളിൽ നിന്നിട്ട് മനസ്സിലാക്കുന്ന ഒരു സാധനമാണ്. ഈ മാനേജേഴ്സിനുള്ള നിർദ്ദേശം നല്ല നേതാക്കളെ തിരഞ്ഞെടുക്കുക, പേഴ്സണാലിറ്റീസസിനെ ഉപയോഗപ്പെടുത്തുക, എത്തിക്ക് പഠിപ്പിക്കുക, ട്രസ്റ്റ് വളർത്തുക, പിന്നെ ലീഡർഷിപ്പ് ട്രെയിനിങ് നൽകുക, സംസ്കാരത്തിനനുസരിച്ചുള്ള ആശയവിനിമയങ്ങൾ നടത്തുക. ഇതൊക്കെയാണ് പ്രധാനമായിട്ട് ചെയ്യേണ്ട സാധനം.